நெஞ்சில வீசும் கண்மணி வாசம் காட்டு செம்பகமே சங்கதி பேசும் கண்களும் கூசும் காதல் சந்தனமே பறவை போல பறந்து போன கூட சேர்ந்து நீயும் வருவியா கண்மணியே சா தனிசா தனிசா மாக மாக சா தனிசா ഞങ്ങൾ ഇന്ന് പെരുന്നാൾ ട്രിപ്പ് പോവാണ്. പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ? എൻ്റെ ഷർട്ടാണ് ഗൈസ്. പൂക്കിയായില്ലേ? എൻ്റെ ഔട്ട്ഫിറ്റും ഫ്ലവർ തന്നെ അല്ലേ? ഞങ്ങൾ ഫ്ലവർ കപ്പിൾസ്. നമ്മൾ കരിയത്തുംപാറ പോവാന്നാണ് വിചാരിക്കുന്നത്. കരിയത്തുവോ? പള്ളി പോകാനുണ്ട് അതിനു മുമ്പ്. ഒരു പള്ളി പോയിട്ട് ഉമ്മൻ്റെ കൂടെ പോയിട്ടൊക്കെ പോവുള്ളൂ. ലെറ്റ്സ് ഗോ. വരുന്നുണ്ട് മഴ. കൊട എടുത്തിട്ടുണ്ടോ? 2 കൊട ഉണ്ട്. അത് മാത്രമല്ല ടീംസും ഉണ്ട് കൂടെ, കുറേ ടീമുണ്ട്. എന്തോ എല്ലാരും ഉണ്ട് ഗൈസ്. മമ്മിയുണ്ട്, ഡാഡിയുണ്ട്. ഹസ്ബൻഡുണ്ട്. അപ്പോൾ ഞങ്ങളെ പാളിപ്പോയ പെരുന്നാൾ ട്രിപ്പിൻ്റെ വ്ളോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പോണ വൈക്കാണ് ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ കയറിയത്. അപ്പോൾ ഞാനും മെച്ചും അവിടെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു. പിന്നെ പള്ളി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനുള്ള നേരമാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ താമരശ്ശേരിക്ക് എത്തിയപ്പം ഫുഡ് കഴിക്കാൻ കയറി. അപ്പം ഇവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഹാദി, സൊപ്പു, പിന്നെ എൻ്റെ കസിൻസും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവർക്കും മീൽസ് ആയിരുന്നു താല്പര്യം. ലൈക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാദിക്കും പിന്നെ ബിരിയാണി. അപ്പോൾ നല്ല മീൽസ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ഇങ്ങനത്തെ ചെറിയ സെറ്റപ്പിൽ നല്ല കടകളുണ്ടാകും. അപ്പോൾ നല്ല ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ കയറി ഞാനും ഇമ്മച്ചിയും ഷാഹിനും ഉപ്പച്ചിയും ആസ് യൂഷ്വൽ വെറുംചോറ് പറഞ്ഞു, മീൽസ് പറഞ്ഞു, നല്ല സാമ്പാറും നല്ല ഫിഷ് കറിയും നല്ലൊരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വേറെ ടേബിളിൽ ഒരു 4 പേരും കൂടി ഇരുന്നിട്ട് ഒരു ബിരിയാണിയും പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് നമ്മൾ ഫസ്റ്റ് മഴക്കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വെയിലും ഇല്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ, മഴയില്ല വെയിലും ഇല്ല. ഒരു ഉച്ചക്കാണെങ്കിലും വലിയ വെയിലൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ്. അപ്പോൾ ഫസ്റ്റ് പോണത് കരിയത്തുംപാറക്കാണ്. അപ്പോൾ അവിടുത്തെ അങ്ങോട്ടുള്ള റോഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ചെറിയൊരു ചുരം പോലെ ഉണ്ട് അങ്ങോട്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെരുന്നാൾ വ്ളോഗിലെറ്റ് അരമണിക്കൂർ എങ്ങാണ്ടോ 10 മിനിറ്റൊക്കെ ഡ്രൈവിംഗ് സീറ്റിലല്ലാണ്ട് ഷാൻ ഇരുത്തിയാൽ അപ്പം കിടന്നുറങ്ങുമെന്ന്. അത് ഉറങ്ങിയാണ് കേട്ടോ. ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓൻ കിടന്നുറങ്ങിക്കണം. പിന്നെ കരിയത്തുംപാറ എത്തിയപ്പോഴാണ് ഓൻ എണീക്കുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2:30 ചായ വേണം പറഞ്ഞു. ഒരു ചായ പറഞ്ഞിട്ടുള്ളേ. 2 മണി ചായ. 2 മണിക്ക് നല്ല. ഈ കുട്ടീനെ 1/2 മണിക്കൂർ ഒന്ന് വെറുതെ എത്തിയാല് 1/2 മണിക്കൂർ 2 മിനിറ്റ് കൊണ്ട് ഉറങ്ങി കാണിച്ചല്ലേ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറുകയാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ പോയ ടൈം കൊണ്ട് ഉപ്പച്ചി ഒരു അവിടെ ഐസ്ക്രീം നിന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അകത്ത് കയറി. നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഒന്നാമത് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ നല്ല കുറച്ചൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നല്ല രസമായിരിക്കും. ഇപ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഈ കരിയത്തുംപാറൻ്റെ ആ ഭാഗം മൊത്തം നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. കുറച്ചുകൂടെയൊക്കെ മഴ പെയ്താലാണ് അവിടെ വെള്ളത്തിലൊക്കെ നല്ല രസത്തിൽ വെള്ളം വരിക. അപ്പോൾ ആ ഒരു ഭംഗി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കുറേ ആൾക്കാരും ഉണ്ട്. പിന്നെ ചാറ്റിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ആയാനേ. പക്ഷെ വെയിലില്ലെങ്കിലും നമ്മളൊരു വിയർക്കണ ടൈപ്പ് ഒരു ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഒരു മഴ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടാകുമ്പോൾ നല്ല രസമാവുമായിരുന്നു. എവിടെ നീ പോയ ഞങ്ങൾ കണ്ടപ്പോൾ അതിലേ മിന്നണ കണ്ണ്. അതിൻ്റെ ഉള്ള കുറേ മീൻ.
ഞങ്ങൾ രണ്ടുപേരും ആളില്ലാത്ത സൈഡ് നോക്കി വെറുതെ ഇങ്ങനെ ഇങ്ങോട്ട് നടന്നപ്പം ആദ്യം വെച്ച് ഒരൊക്കെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് വെള്ളമുണ്ട്. പക്ഷേ വെള്ളമുള്ളതുകൊണ്ട് അവിടെ കുറേ ആൾക്കാരും ഉണ്ട്, ഇത്ര ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് മറ്റേ ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിയിരുന്നു. ആദ്യം ആക്ച്വലി വേറെ എന്തോ ടീഷർട്ടും ജേഴ്സിയൊക്കെ എടുത്തിരുന്നു. പിന്നെ ഓരെന്ത് ചെയ്തു, കുറച്ച് നേരം അങ്ങനെ കളിച്ചിട്ട് പിന്നെ വണ്ടിയിൽ നിന്ന് ജേഴ്സി എന്തോ എടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചപ്പുറത്ത് പിന്നെയും കുറച്ച് ആയുണ്ട്, ജസ്റ്റ് നമുക്കൊന്ന് കളിക്കാനൊക്കെ പറ്റിയൊരു വെള്ളമുണ്ട്. അപ്പം ഞാനും ഷൈമിന് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല, നമ്മൾ ജസ്റ്റ് കാലിട്ടിരുന്നു. അവിടെ മറ്റേ ഒരു ടൈപ്പ് മീനുണ്ടായിരുന്നു, നമ്മളിങ്ങനെ കാലിട്ട് വെച്ചാൽ കാലുമ്പോൾ ഇങ്ങനെ വന്നിങ്ങനെ എന്താ പറയുക, ഒരു സ്പാ പോലത്തെ ഒരു കിക്കിളിയാക്കണ ഒരു സാധനമില്ലേ, ആ ഒരു ടൈപ്പ് മീനുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ഫസ്റ്റ് ഇരുന്നിടത്തില്ല, പിന്നെ കുറച്ച് അപ്പുറത്ത് പോയപ്പോൾ അവിടെ നല്ല ഉണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ തന്നെ കടിക്കുക, നല്ല രസമാണ്. പക്ഷെ എനിക്കിങ്ങനെ ആ ഇക്കലി ഫീലിംഗ് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരിതിങ്ങനെ വരുമല്ലോ. അപ്പോൾ എത്ര ഉള്ളായിരുന്നു നമ്മളെ ട്രിപ്പ്. അവിടെ വേറെ ഒന്നും ചെയ്യാൻ, നമുക്ക് ഫോട്ടോസ് എടുക്കാനൊന്നും ഒരു രസമില്ല, എനിക്ക് തീരെ ഇഷ്ടമായില്ല. പിന്നെ ഫാമിലി എല്ലാവരും കൂടെ പോയത് തന്നെയാണ് ആ ഒരു ടൈം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് സമാധാനിച്ച് ഇറങ്ങി പോകുന്നത്. പിന്നെ വലിയ കുഴപ്പമില്ല, ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒരു മഴയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രസമാക്കായിരുന്നു ഇവിടെ. ഇനി പിറ്റേ ദിവസം അവൽ സുബഹിക്ക് എണീറ്റ് പോണതാണ്. തലേ ദിവസത്തെ പ്ലാൻസ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ട്രിപ്പ് ആയില്ലല്ല. അപ്പോൾ ഷായും പറഞ്ഞു, എന്നാൽ നമുക്കിനി ഇവിടെ പോവാം, കൊളുക്കുമലയല്ല കുരിശുമല പോവാം, കക്കാടംപോയിലല്ല, നല്ല രാവിലെ എണീറ്റ് പോവാം, അപ്പോൾ നല്ല രസം ഉണ്ടാവും കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എല്ലാത്തിനും കൂട്ടി ഞങ്ങൾ രാവിലെ എണീറ്റ്. പക്ഷേ ഇപ്പോൾ എത്ര രാവിലെ ആണെങ്കിലും ഒരു 6 മണി ആവണ്ട, 5:45 ആകുമ്പോഴത്തേനും നല്ല വെളിച്ചം വരുന്നില്ലേ. ഇതൊക്കെ നോക്ക്, ഒരു 6 മണി പോലും തെച്ചായിട്ടില്ല, അപ്പോഴത്തേന് നല്ലൊരു 7 മണി 7:30 ആയ പോലത്തെ ഒരു വെളിച്ചമാണ്. ഇന്നാണെങ്കിൽ പേരിന് പോലും ഒരു മഴ ചാർന്നില്ല. അപ്പം തന്നെ ഞങ്ങൾക്കൊരു ഊഹം കിട്ടി, ഇതും വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട എന്നുള്ളത്. ഇപ്പോൾ സൺറൈസ് നല്ല നേരത്തെ ആണല്ലോ കമ്പാരിറ്റീവ്ലി, അത് ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓർത്തതുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിലിരുന്നിട്ട് പറയായിരുന്നേ, ഈ ഒരു സ്കൈൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് അവിടെ കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമാവുമായിരുന്നു എന്നൊക്കെ. പക്ഷെ എങ്ങനെ ഇനിയും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു 1/2-3 മണിക്കൂർ അങ്ങോട്ട് ട്രാവലിങ്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഈ ഒരു കോടൊക്കെ കണ്ട് അപ്പോഴും ഞങ്ങളുടെ ഉള്ളിലൊരു 10% പ്രതീക്ഷ വന്നു, ഓക്കെ കുറച്ച് കോട ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഭംഗി ഉണ്ടാവും എന്നുള്ളത്. ഇപ്രാവശ്യമില്ലേ ഞാൻ നല്ലോണം ബ്ലഷ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇങ്ങനെ കളിയാക്കേണ്ട എല്ലാവരും എന്താ മുഖത്തടി കിട്ടിയമായിരുന്നു. പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടമായി, എല്ലാവരും ഇന്നിങ്ങനെ കളിയാക്കുക മുഖത്തടി ഇട്ട പോലെ ഉണ്ടെന്ന്. പക്ഷെ എനിക്കെന്തോ ഈ ഒരു ബ്ലഷ് ഇങ്ങനെ ഇട്ടത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കക്കാടംപോയിലെത്തി. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇനി അതുകൊണ്ട് ലേറ്റ് ആവണ്ട, വെയിലാക്കണ്ട എന്നൊക്കെ വിചാരിച്ചു. കാരണം ഇപ്പം തന്നെ വെയിൽ ഏറെക്കുറെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ചങ്ങോട്ട് വണ്ടിയൊക്കെ കയറ്റി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മളൊരു ജീപ്പിലാണ് പോയത്. ആക്ച്വലി കുറേ പേര് നടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, കുട്ടികളും ഉമ്മച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പച്ചി വന്നിട്ടില്ല കേട്ടോ, ഉമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നടന്നു പോകാനുള്ളൊരു മടിയോണ്ട് ഞങ്ങൾ ഇങ്ങനെ കയറാമെന്ന് വിചാരിച്ചു, ജീപ്പിൽ കയറുന്നത്. ജീപ്പ് പോണവർക്ക് മാത്രം അപ്പുറത്തെ സൈഡിലൊരു ഓഫ് റോഡ്, ഒരു ചെറിയൊരു റോഡുണ്ട്, ഓഫ് റോഡ് എക്സ്പീരിയൻസിന് മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ചത് അവിടെ. സ്വർഗതാ എന്നാ സ്വർഗത്ത് പോവില്ലാണൊക്കെ അത് കയറി ആകുമ്പോഴത്തേന് കൂട്ടത്തിലെ ത്രില്ലോളിയാണ്. ഞങ്ങൾ ആവേശ് കുമാറിന്റെ ആവേശം കുറഞ്ഞു വരുന്നുണ്ട്. നമ്മളപ്പോ കുരിശുമല എത്തിയിരിക്കുകയാണ്. ഒരാളെ അണച്ചു ഗൈസ്. സംഭവം ഞാൻ കക്കാടംപോയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ കുരിശുമലയൊക്കെ കയറുന്നത് വെരി ഫസ്റ്റ് ടൈമാണ്. സോ ആക്ച്വലി ദ പ്ലേസ് വാസ് വെരി പ്രെറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു. മറ്റേ തലേൻ്റെ മുകളിൽ സൂര്യൻ എന്ന് പറഞ്ഞ അവസ്ഥയായി ഞങ്ങൾ അവിടെ കയറിയെത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സങ്കടം വന്നു. ഒന്നില്ലെങ്കിലും 5 മണിക്കൊക്കെ എണീറ്റില്ല നമ്മൾ, എന്നിട്ടും ഇങ്ങനെ ആയല്ലോ എന്നുള്ളൊരു സങ്കടം. പക്ഷേ അവിടെ വന്ന് ബാക്കിയുള്ളവരെ കണ്ടപ്പോൾ സങ്കടം മാറി. ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഓരോ കോൺവെർസേഷൻസ് കേൾക്കാമല്ലോ. എല്ലാവരും പറയണ്ടെങ്കിൽ എന്തിനാണ് നീച്ച് പോകുന്നത്, അവിടെ പോയി ഉറങ്ങിയാൽ മതി, ഇവിടെ ഒരു തേങ്ങയില്ല, അതും ഇല്ല ഇതില്ലാതെ കുറേ ചിരിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു അവിടെ. എനിക്കാണെങ്കിൽ പിന്നെ നമ്മൾ കുഴപ്പമില്ല, എനിക്ക് സ്ഥലം ഇഷ്ടമായി, പക്ഷെ വെയിലുണ്ടായിരുന്നു, അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ല. പക്ഷെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് കോടൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ശരിക്കും നല്ല രസമായിരുന്നു. പക്ഷെ പോയത് ഞങ്ങളാണല്ലോ, ഞങ്ങൾ എവിടെ പോയാലും ഇതാണല്ലോ അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോണില്ല വെയിലല്ലാണ്ട്.
ഇപ്പോൾ വെയിലാണെങ്കിലും എന്നാൽ പോലും അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെയിലാണ് പറഞ്ഞ് ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങാനൊക്കെ പ്ലാൻ ഇടുമ്പം അപ്പോഴും ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ച് താഴൊന്നും ഇങ്ങോട്ട് മേലൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഓർക്ക് ഉണ്ടാവുന്ന വെയിൽ എത്രയൊക്കെ ഓർക്ക് വെയിൽ കിട്ടുകയെന്ന്. നമ്മൾ ഇത്ര നേരത്തെ നീച്ച് വന്നിട്ട് തന്നെ നമുക്ക് ഇതാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഒരാശ്വസിക്കും, ഇനി ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമല്ലേ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ് ഞങ്ങളെ തന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കൽ. അതിൻ്റെ ഇടയ്ക്ക് ഇതോ വണ്ടി പോകേണ്ടി വീഡിയോ എടുക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഞാനവിടെ എവിടെയോ മൂലക്കൽ ഇരിക്കാക്കരാം. അങ്ങനെ ഇതൊക്കെ ആയിരുന്നു നമ്മളെ കക്കാടംപൊയിലുള്ള ട്രിപ്പും കാര്യങ്ങളും. നമ്മളെ പെരുന്നാൾ ട്രിപ്പ് രണ്ട് വഴിക്ക് ഫ്ലോപ്പായിരിക്കുകയാണെന്നുള്ള സന്തോഷ വാർത്ത ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. പിന്നെ നമ്മൾ പെരുന്നാൾ ട്രിപ്പ് എന്ന് പറയാൻ പറ്റൂലല്ലോ, നമ്മൾ വീട്ടുകാരായിട്ട് ഔട്ടിങ്ങിന് പോവുകയാണ്. പക്ഷെ മഴക്കാലമായിട്ടും ഇത്ര വെയിൽ ഞങ്ങൾക്ക് മാത്രം എന്താ കിട്ടണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു സമാധാനത്തിന് ഞങ്ങൾ 2-3 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എന്നെ പിടിച്ച് പൊക്കി. എനിക്ക് പേടിയാണ് ഇന്നെ ഇങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ എടുത്ത് പൊക്കിടുന്നത്, ഇന്നെ തള്ളിയിടുക കരുതി. ആൻഡ് അതാണ് കുരിശുമലയത്തെ കുരിശ്. അപ്പോൾ അതിന് വെയിലൊക്കെ അടിച്ചിട്ടൊക്കെ തല ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ഇതോടുകൂടി ഞങ്ങളെ പെരുന്നാളത്തെ എല്ലാ കലാപരിപാടികളും അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒന്നുമില്ല, ഇനി നല്ലോണം മഴയാണ് പെയ്യട്ടെ, എന്നിട്ടേ ഞങ്ങൾ ഇനി ഇങ്ങനത്തെ എന്ത് പ്ലാനും ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.